ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1ൻ്റെയും അതുപോലെ തന്നെ ക്യാൻസലായി ചോദ്യപേപ്പർ സ്റ്റേജ് 2ൽ നടക്കാനിരുന്ന ചോദ്യപേപ്പറിൻ്റെയും അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജോഗ്രഫിയിൽ ചോദിച്ച ചോദ്യങ്ങൾ 2 സ്റ്റേജിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ സി ആർ ടി പാഠഭാഗങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വന്നതെന്നുള്ളത് നമ്മൾ സോഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സയൻസ് ചോദ്യങ്ങളാണ്. സ്റ്റേജ് 1ൽ നടന്ന ചോദ്യങ്ങളും സ്റ്റേജ് 2ൽ നടക്കാനിരുന്ന ചോദ്യങ്ങളും ഓക്കെ, ആ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. SCRT ക്ലാസ്സുകൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LDSൻ്റെ ആണെന്നുണ്ടെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും SCRT ചാപ്റ്റേഴ്സ് നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ഷയം. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട്. ഈ ഒരു ചാപ്റ്ററിലാണ് ബാക്ടീരിയ വൈറസ് രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബാക്ടീരിയ രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്ഷയത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്ഷയം എലിപ്പനിയാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ SCRT പറയുന്നത്. 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCRT ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. ഇതിൽ ബാക്ടീരിയ രോഗം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്ഥലത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ നശിപ്പിക്കുന്നു. അതാണ് ബാക്ടീരിയയുടെ പ്രത്യേകത. ഇതിൽ നമുക്ക് 2 ബാക്ടീരിയ രോഗങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, ക്ഷയവും എലിപ്പനിയും. ക്ഷയത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗകാരി ഇതാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അല്ലേ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പകർച്ചാരീതി, രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കളടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ. ബാധിക്കുന്ന ഭാഗം പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയും ഇത് ബാധിക്കാം. ഇനി ലക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. ഇനി പ്രതിരോധ ചികിത്സയിൽ പറയുന്നത് എന്താണ്? BCG വാക്സിനേഷൻ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സ, അതായത് ഡോട്ട്സ്. ഇവിടെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡോട്ട്സ് എന്ന് പറയുന്നതാണ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഡോട്ട്സ് ആണെന്നുണ്ടെങ്കിലും BCG വാക്സിനേഷൻ ആണെന്നുണ്ടെങ്കിലും ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ടീരിയ രോഗം, ക്ഷയം ചോദിച്ച കാരണം നമുക്ക് ഇപ്പുറത്തെ എലിപ്പനിയും കൂടെ നോക്കി പോകാം. എലിപ്പനി രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. പകർച്ചരീതി എലി മൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയാണ്. ഇനി ബാധിക്കുന്ന ഭാഗം വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ. ലക്ഷണം പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി. പ്രതിരോധം ചികിത്സ, പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെലാറ്റോണിൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ജീവികളിലെ രാസസംവേദനം. പഴയ SCRTയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പോയിന്റ്സ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പുതിയ SCRT വെച്ച് നോക്കാം. 4ാമത്തെ ചാപ്റ്റർ ജീവികളിലെ രാസസംവേദനം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനുശേഷം ഹോർമോണിനെ കുറിച്ച് പറയുന്നുണ്ട്. സസ്യങ്ങളുടെ ഹോർമോണിന് ശേഷം നമുക്ക് മെറ്റാബോളിസം നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ കാൽസ്യം, തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച്, തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഗ്രന്ഥികളെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഉറക്കവും ഉണരലും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നാണ് PSC ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന
പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. അപ്പോൾ പീനിയൽ ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മെലാറ്റോണിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ആണല്ലേ ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നുണ്ട്. ദിവസത്തിൽ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനാൽ പീനിയൽ ഗ്രന്ഥി ജൈവഘടികാരം എന്നും അറിയപ്പെടുന്നു. പീനിയൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു, ജൈവഘടികാരം എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? ദിവസത്തിലെ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പീനിയൽ ഗ്രന്ഥിയെ ജൈവഘടികാരം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ്റെ ഹോർമോൺ, ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കല്ലേൻ പൊക്കുടൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ്. ഈ SCRT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കല്ലേൻ പൊക്കുടൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു കോളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിൽ നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകരണമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. കണ്ടോ? അപ്പോൾ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കല്ലേൻ പൊക്കുടനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. കല്ലേൻ പൊക്കുടനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കല്ലേൻ പൊക്കുടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായിട്ടുള്ള രക്തക്കുഴലുകളാണ് സിരകൾ. അത് തെറ്റാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളാണ് ലോമികകൾ. അതും തെറ്റാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് പരസ്പരം. ഇനി അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അത് ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എയും ഡിയും ശരിയാണ്. നമുക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ദഹനവും പോഷക സംവഹനവും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് നമുക്കുള്ളത് ദഹന വ്യവസ്ഥ, ദഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ലിംഫ്, അതായത് ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ, ലിംഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ, രക്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്? എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് വെച്ചാൽ ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? എന്താണ് ലിംഫ് എന്ന് മനസ്സിലായല്ലോ? അങ്ങനെ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ട് നോക്കിയൊക്കെ പദാർത്ഥ സംവഹനത്തിൽ രക്തത്തിൻ്റെയും ലിംഫിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു SCRT ചാപ്റ്റർ കണ്ടാൽ മതി കേട്ടോ. വില്ലസിലേക്ക് പ്രവേശിച്ച ധമനീശാഖ പിരിഞ്ഞ് ലോമികകളായും അവ കൂടിച്ചേർന്ന് ചെറുസിരകളായും പിന്നീട് സിരയായിട്ടും മാറും.
മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ടേബിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ധമനി എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ധമനി എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന സമ്മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കണം. ഇനി എന്താണ് സ്ഥിര എന്ന് വെച്ചാൽ എന്താണ് സ്ഥിര? കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഓക്കെ, നമുക്ക് നേരത്തെ തന്നിരുന്ന ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് അല്ലേ? കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളത് നമുക്ക് തന്നിരിക്കുന്നത് നോക്കി ലോമികകൾ എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് വരേണ്ടത്? സിരകൾ എന്നാണ് അല്ലേ? കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളെയാണ് പറയുന്നത് സിര എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ലോമിക തന്നിട്ടുണ്ട്. എന്താണ് ലോമിക? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. എന്താണ് ലോമിക? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അപ്പോൾ എന്താണ് ധമനി, എന്താണ് ലോമിക? സ്ഥിര എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ധമനി എന്ന് വെച്ചാൽ കട്ടി കൂടിയ ഭിത്തിയാണ്, ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. അതുപോലെ തന്നെ ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലേക്കാണ് രക്തം ഒഴുകുന്നത്. പിന്നെ എന്താണ്? ഹൃദയത്തിൽ നിന്നുമാണല്ലേ രക്തം വഹിക്കേണ്ടത്. ഇനി സ്ഥിര എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കട്ടി കുറഞ്ഞ ഭിത്തിയാണ്, കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലാണ് രക്തം ഒഴുകുന്നത്. ഹൃദയത്തിലേക്ക് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിലേക്കാണ് രക്തം വഹിക്കുന്നത്. ഇനി ലോമിക എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. കുറേ സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും ഭിത്തിയിൽ. അതുപോലെ തന്നെ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലാണ് ഒഴുകുന്നത്. ഇനി എന്താണ് പോർട്ടൽ സിരകൾ എന്ന് വെച്ചാൽ? ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളെയാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. എന്താണ്? ചില സിരകൾ നമ്മൾ പറഞ്ഞു, സിരകൾ എന്താ ചെയ്യുക? സിരകളുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ചില സിരകളാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നില്ല, പകരം എന്താണ്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്കാണ് രക്തത്തെ വഹിക്കുന്നത്. ഇതിനെയാണ് എന്ന് പറയുന്നത് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ പോർട്ടൽ സിരകൾക്ക് എക്സാമ്പിൾ എന്താണ്? പോർട്ടൽ സിരകൾക്ക് എക്സാമ്പിൾ എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്നതിന് എക്സാമ്പിളാണ്. ഈ പോർട്ടൽ സിരകൾക്ക് എക്സാമ്പിളാണ്. പോർട്ടൽ സിരകൾക്ക് എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? കരളിലേക്ക് എത്തിക്കുന്ന കാരണം നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ അവയവങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പേര് കുറച്ച് ഡിഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് കറക്റ്റ് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ഹെപ്പാറ്റിക് സിര എന്ന് കാണിച്ചിട്ടുണ്ട്. പോർട്ടൽ സിര എന്താണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിനാൽ തന്നെ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലേഖനുകളാണ്. ആ ഒരു ഭാഗം വരുന്നത് 8ാം ക്ലാസ്സിലെ പഴയ CRT ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ലേഖനുകൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ചില ആൽഗകളോ സയനോ ബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലേഖനുകൾ എന്ന് പറയുന്നത്. ലേഖനം എന്ന് വെച്ചാൽ എന്താണ്? ഫംഗസ് ആൽഗ അല്ല എന്നുണ്ടെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനത്തെയാണ് ലേഖനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലേഖനുകളെ കുറിച്ച് ഇത്രയും പറയുന്നുള്ളൂ. ചില ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിലാണ് വസിക്കുക. ഫംഗസ് ഘടനയും സംരക്ഷണം നൽകുമ്പോൾ ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സൈനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനത്തെയാണ് ലേഖനുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക.
പ്രസ്താവന മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. തന്തുകത്തിലല്ല വീഴുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. എ ശരിയാണ്, ആർ തെറ്റാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം NCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പൂക്കാം കായ്ക്കാം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഒരു പുഷ്പത്തിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പൂഞ്ഞെട്ട്, പുഷ്പാസനം, വിതളപുടം, ദളപുടം, കേസരപുടം, ജനീപുടം എന്ന് പറയുന്നത് അല്ലേ. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം എന്ന് പറയുന്നത്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. ജനീപുടമാണെങ്കിലോ പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനീപുടത്തിൽ ഒന്നിലധികം ജനികൾ ഉണ്ടായിരിക്കാം. കേസരപുടം എന്ന് വെച്ചാൽ കേസരങ്ങൾ ചേർന്നതാണ്. കേസരത്തിന് തന്തുകം, പരാഗി എന്ന ഭാഗങ്ങളുണ്ട്. നോക്കിയേ, കേസരപുടം, ജനീപുടം എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട് നമ്മുടെ സസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കേസരപുടം എന്ന് വെച്ചാൽ എന്താണ്? ആൺ പ്രത്യുൽപാദന അവയവമാണ്. ഓക്കെ, ഇനി ജനീപുടമാണെന്നുണ്ടെങ്കിലോ പെൺ പ്രത്യുൽപാദന അവയവമാണ്. ഏതിലെയാണ്? ചെടികളിലെ പുഷ്പങ്ങളിലാണ് പറയുന്നത് അല്ലേ. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്കെ, ഇവിടെ തന്തുകത്തിൽ വീഴുമ്പോൾ ആൺപൂവിലെ പരാഗരേണുക്കൾ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് ഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. തന്തുകം അപ്പോൾ എന്താണ്? ആൺ പ്രത്യുൽപാദന അവയവം അല്ലേ. നോക്കിയേ, ആൺ പ്രത്യുൽപാദന അവയവം. കേസരപുടം, ജനീപുടം നമ്മൾ പറഞ്ഞു. കേസരപുടം എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞത്? കേസരപുടം എന്ന് പറയുന്നത് കേസരങ്ങൾ ചേർന്ന പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. അപ്പോൾ കേസരപുടത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വരുന്നുണ്ട്? തന്തുകം വരുന്നുണ്ട് അല്ലേ. ഏതാണ്? കേസരത്തിന് തന്തുകം, പരാഗി എന്ന ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കളുള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ കേസരപുടം എന്ന് പറഞ്ഞാൽ ആൺ പ്രത്യുൽപാദന അവയവമാണ്. അതിൽ വരുന്നതാണ്, അതിൻ്റെ ഭാഗങ്ങളിൽ വരുന്നതാണ്, കേസരപുടത്തിലെ ഭാഗങ്ങളിൽ വരുന്നതാണ് എന്ന് പറയുന്നത് പരാഗിയും അതുപോലെ തന്നെ തന്തുകവും അല്ലേ. പിന്നെ പരാഗരേണുക്കൾ ഈ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇനി സ്ത്രീ പ്രത്യുൽപാദന അവയവമാണ് ജനീപുടം എന്ന് പറയുന്നത്. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് അല്ലേ. അവയവമല്ല, പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനീപുടം എന്ന് പറയുന്നത്. ജനിയിലെ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. ഇതിൽ പരാഗണ സ്ഥലം അതായത് സ്റ്റിഗ്മ. ഓക്കെ, പരാഗണ സ്ഥലത്താണ് എന്ത് വീഴുന്നത്? ഈ പരാഗരേണുക്കൾ വീഴുമ്പോഴാണ് എന്തുണ്ടാകുക? ഫലങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റിഗ്മയിൽ വീഴുമ്പോഴാണ് ഈ പരാഗരേണുക്കൾ സ്റ്റിഗ്മയിൽ വീഴുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജനീപുടത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പരാഗണ സ്ഥലം, ജനീദണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളാണ്. ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണ്? ജനിയിലെ പരാഗണ സ്ഥലം, ജനീദണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ പരാഗണം എന്ന് വെച്ചാൽ എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലം അതായത് സ്റ്റിഗ്മ. ഓക്കെ, സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? പരാഗണം സംഭവിക്കുന്നത്. നെക്സ്റ്റ് 6ാം ക്ലാസ്സിലെ പഴയ NCERT ചാപ്റ്ററിൽ 3ാമത്തെ ചാപ്റ്റർ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ട് ഇതേ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊന്ന് പൂരിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടും. പൂവിലെ പെൺലിംഗാവയവം അതായത് പരാഗണ സ്ഥലം, ജനീദണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നതിന് എന്തെന്നാ പറയുന്നത്? ജനീപുടം എന്നാണ് അല്ലേ. ജനീപുടം എന്നാണ് പറയുന്നത്. ഇനി പൂവിലെ ആൺലിംഗാവയവം അതായത് പരാഗിയും തന്തുകവും ചേർന്നത് ഏതാണ്? പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ജനീപുടത്തിലെ പരാഗണ സ്ഥലമുണ്ട്, ജനീദണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഇനി കേസരപുടം എന്ന് വെച്ചാൽ എന്താണ്? ആൺലിംഗാവയവമാണ്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഇനി കൃത്രിമ പരാഗണം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്.
മികച്ച വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ചിട്ട് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് അതായത് സ്റ്റിഗ്മയിൽ എന്ത് ചെയ്യാറുണ്ട്, പതിക്കാറുണ്ട് അല്ലേ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന ഇതാണ് മെലിപോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികളില്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടതായിട്ട് വരാം. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലേ. വിറ്റാമിൻ ഡി ആണ്. 6ാം ക്ലാസ്സിലെ പഴയ SCERTയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വൈറ്റമിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ, ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. പുതിയ SCERTയിലും 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഇതുപോലെ ഇങ്ങനെ ടേബിളായിട്ട് തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ടേബിൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, എന്തായാലും പഠിച്ച് വെച്ചിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ അത്യാവശ്യം അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ഈ ഒരു SCERT ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വൈറ്റമിൻ ഡി ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. വൈറ്റമിൻ ഡിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിയേ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതും എന്താണ്? വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ കെ ഡ എന്ന് പറയുന്നതാണ് അല്ലേ. കൊഴുപ്പ് ലയിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? വൈറ്റമിൻ കെ ഡായാണ്. ഇതിൽ നമുക്ക് കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു അല്ലേ. മുറി ഉണങ്ങുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഇതാണ് വൈറ്റമിൻ കെ ആണ്. ഇനി വൈറ്റമിൻ കെ ഉള്ള ഭക്ഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ കെ നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ്, എങ്കിലും പാലുൽപ്പന്നങ്ങളിൽ നിന്ന് കാണപ്പെടുന്നുണ്ട് വൈറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സസ്യ എണ്ണകളിലാണ് വൈറ്റമിൻ ഇ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ എയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം ഏതാണ്? നിശാന്തതയും സിറോഫ്താൽമിയാണ്. നന്നായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇനി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. വൈറ്റമിൻ ബി നോക്കുകയാണെങ്കിൽ B1 മുതൽ B12 വരെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് PSC പഠിക്കുന്നവർക്കായിട്ട്. എന്നാൽ SCERTയിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ബി ആണെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനൊക്കെയാണ് വൈറ്റമിൻ ബി സഹായിക്കുന്നത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ബി കാണപ്പെടുന്നുണ്ട്. ഇനി വൈറ്റമിൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ സി നന്നായിട്ടുള്ളത്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതിൽ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ നിശാന്തത. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം നിശാന്തതയും സിറോഫ്താൽമിയും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി വൈറ്റമിൻ ബി ആണെങ്കിലോ, വൈറ്റമിൻ ബി ആണെന്നുണ്ടെങ്കിൽ വായ്പുണ്ണാണ്. വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നതാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ സിയുടെ നോക്കുകയാണെങ്കിൽ സ്കർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മോണയിൽ പഴുപ്പും രക്തസ്രാവത്തിനും കാരണം മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉള്ള ഒരു ആൾക്ക് എന്താണ്, ഏത് ഭക്ഷണമാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടേബിളും പഠിച്ചു വെച്ചിരിക്കണം. വൈറ്റമിൻ സി വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ പഴങ്ങളും പച്ചക്കറികളിലൊക്കെയാണ് കാണപ്പെടുന്നത് അല്ലേ. ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് സ്കർവി കേട്ടോ. ഇനി വൈറ്റമിൻ ഡി ആണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം കണയാണ്. കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പർ, ഈ അടുത്ത് നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ നമുക്ക് കാണാനായിട്ട്
കാണാനായിട്ട് സാധിച്ചു. റിക്കറ്റ്സ് എന്ന് വെച്ചാൽ കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുകയാണ് ഈ കാണാൻ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? അനീമിയാണ്. രക്തക്കുറവ്, വിളർച്ച എന്നിവയൊക്കെ ഉണ്ടാകുന്നത് എന്തിൻ്റെ അപര്യാപ്ത മൂലമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇരുമ്പിൻ്റെയാണ് അല്ലേ. ഇനി അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? തൊണ്ടയിൽ മുഴയാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഏതാണ് ഭാഗ്യലക്ഷ്മി എന്ന് കമൻറ്റ് ചെയ്തേ. 6ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ, വിളയിക്കാൻ 100 മേനി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ SCERT ചാപ്റ്ററൊക്കെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതായത് ക്ലാസ് 5, ക്ലാസ് 6 അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ടും ഇട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ SCERT ബയോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും SCERT ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. ഓക്കെ, പയറിൻ്റെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഭാഗ്യലക്ഷ്മി ഏതിൻ്റെ സങ്കരയിനമാണ്? പയറിൻ്റെയാണ്. ഓക്കെ, ഇനി മുളകിൻ്റെ ആണെങ്കിൽ ഉജ്ജ്വല, ജ്വാലാമുഖി. മുളകിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഉജ്ജ്വല, ജ്വാലാമുഖി. പയറിൻ്റെ ആണെങ്കിലോ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലാണെങ്കിൽ പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ എന്നിവയൊക്കെ നന്നായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം. കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സംഭവം തന്നെ, അത് ഏതിനായിരുന്നു? നെല്ലിൻ്റെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ പക്ഷെ നമുക്ക് ഗിരിജ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഗിരിജ എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെതായിരുന്നു. അതായിരുന്നു നമുക്ക് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. SCERT ചാപ്റ്റേഴ്സ് ഏതാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് മുളകാണെങ്കിൽ ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. നമ്മുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കില്ലേ. വെണ്ട തന്നിട്ടുണ്ട്, നെല്ല് തന്നിട്ടുണ്ട്, തെങ്ങ് തന്നിട്ടുണ്ട്. ഒക്കെ അതേ ടേബിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വെണ്ടയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കിരണം, സൽകീർത്തിയാണ്. ഇനി പയറാണെങ്കിൽ ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നെല്ലാണെങ്കിൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി തെങ്ങാണെങ്കിലോ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കർ എന്നിവയ്ക്ക് എന്താണ്? തെങ്ങിൻ്റേതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൃത്രിമ പരാഗണം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഘട്ടങ്ങൾ: സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കിട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് ഓക്കെ സ്റ്റിഗ്മയിലാണ് പതിപ്പിക്കുന്നത് അല്ലേ. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ക്ലിയർ ആണല്ലോ. ഇനി രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ് അല്ലേ. ആൻസർ ഓപ്ഷൻ D ആണ്, ഓർഗനോയിഡ് ആണ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏത്? ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏത്? ഏതാണ് അല്ലാത്തത്? സിലിക്കണാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ C ആണ് വരിക. സിലിക്കണാണ് ഉത്കൃഷ്ടവാതകങ്ങളല്ലാത്തത്. അപ്പോൾ ഇത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പീരിയോഡിക് ടേബിൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൂലകങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലേ. 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ വരുന്നത്. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെനോൺ, അതുപോലെ തന്നെ ഓഗ്നസൺ എന്നിവയാണ് അപ്പോൾ ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്കൃഷ്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്? 18ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെനോൺ, ഓഗ്നസൺ എന്നിവയാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കിയ ക്രിപ്റ്റോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, നിയോൺ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഉത്കൃഷ്ട മൂലകങ്ങളാണ്, ഉത്കൃഷ്ട വാതകങ്ങളാണ്.
കണ്ടോ, നമ്മുടെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പറും മൂലക കുടുംബത്തിൻ്റെ പേരും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13ാമത്തെ ഗ്രൂപ്പ് നമ്പർ ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 17 ഹാലജനുകൾ. 18 ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്തെന്ന് വിളിക്കുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിൽ ഓരോ ഗ്രൂപ്പും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ എന്നിവ അല്ലേ മൂലകത്തിൻ്റെ പേരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസമൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ ആണ് അല്ലേ, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ലോഹങ്ങളെ കുറിച്ചിട്ട് അവയിലെ ശുദ്ധീകരണ പ്രക്രിയകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് ആയിട്ടുള്ള 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ SCERT അതുപോലെ തന്നെ ചെറിയൊരു കാര്യം അത് പഴയ SCERT വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ലോഹങ്ങളും അയിരുകളും നോക്കാം. അലുമിനിയം ആണെങ്കിൽ ഇതാണ് ബോക്സൈറ്റ് ആണ്, അലുമിനിയം ബോക്സൈറ്റ് ആണ്. ഇരുമ്പാണെങ്കിലോ ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്. കോപ്പർ ആണെങ്കിലോ കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്പറൈറ്റ് എന്നിവയൊക്കെയാണ്. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ടിൻ ആണെങ്കിലോ കാസിറ്ററേറ്റ്, അതുപോലെ തന്നെ ടിൻ സ്റ്റോൺ. ക്ലിയർ ആണല്ലോ. അപ്പോൾ സിങ്ക് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ, സിങ്ക് ആണ്, സിങ്ക് ബ്ലെൻഡും കലാമിനും സിങ്കിൻ്റെ അയിരാണ്. അലുമിനിയം ആണെങ്കിലോ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ ആണെങ്കിൽ ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്. കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ് ആണ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഇനി സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ടിൻ ആണെങ്കിൽ കാസിറ്ററേറ്റും ടിൻ സ്റ്റോണും. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്ഥിതികോർജ്ജമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്ന വാക്ക് പുതിയതായിട്ട് SCERT ചേർത്തതാണ്. നമുക്ക് നോക്കാം. 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പ്രവൃത്തിയും ഊർജ്ജവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഈ പ്രവൃത്തിയും ഊർജ്ജം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ മുൻ വർഷം ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് കേട്ടോ. പ്രവൃത്തി, ഊർജ്ജം, ചലനം, അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സും നമ്മൾ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നുണ്ട്. യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ സ്ഥിതികോർജ്ജമുണ്ട്, ഗതികോർജ്ജമുണ്ട്. ഇവ രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് എന്തെന്ന് പറയുന്നത്? യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ഥിതികോർജ്ജം? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഇനി നമുക്ക് എന്താണ് ഗതികോർജ്ജം എന്ന് നോക്കാം. ഗതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ് ഗതികോർജ്ജം എന്ന് വെച്ചാൽ ½ ആണ്. അപ്പോൾ മാസും വെലോസിറ്റിയും എന്താണ്? ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനം മൂലമുള്ള ഗതികോർജ്ജം, അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമുണ്ട്. ഇതിൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. അപ്പോൾ സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ mgh-ഉം ഗതികോർജ്ജം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ½mv²-ഉമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില എത്രയാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്? പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഇനി വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്? 9ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പവർ എന്ന് വെച്ചാൽ?
യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ എന്നും പറയാം. അപ്പോൾ പവർ എന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു എന്താണ്, പ്രവൃത്തി ബൈ സമയമാണ് അല്ലേ. പവർ ഇസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയമാണ്. പി ഇസ് ഈക്വൽ ടു W/T ആണ്. പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്, പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. ഇതിൻ്റെ സൂചകം W എന്നാണ്. പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്, വാട്ട് എന്നാണ്. ഇതിൻ്റെ സൂചകം ചോദിക്കുകയാണെങ്കിൽ W എന്നാണ്. ഇനി നമുക്കിവിടെ പറയുന്നുണ്ട്, വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട്. ഒരു ഹോഴ്സ് പവർ, അതായത് ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്, 746 വാട്ടാണ്. 746 വാട്ടാണ്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലാണ് സൂചിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 746. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് നമ്പറാണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ് അല്ലേ. നമുക്ക് 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, മൂന്നാമത്തെ, അതേ ഒരു ചാപ്റ്ററിൽ ആ ടേബിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്പറിനെയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കിയേ, റേഡിയം ഉണ്ടല്ലോ, റേഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ആറ്റോമിക് മാസ് ഉള്ളതിൽ. ആറ്റോമിക് മാസ് ഉള്ളത് റേഡിയത്തിനാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് മൂലകങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് മാസ് കൂടുതൽ ഇതിനാണ്, റേഡിയത്തിനാണ്. ഏറ്റവും താഴെ കിടക്കുന്ന മൂലകമാണല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കി 11, 12, 13 ഇങ്ങനെയാണ് നമ്പർ ഇട്ട് പോകുന്നത് അല്ലേ. റേറ്റിക്കാണ് നമ്പർ ഇട്ട് പോകുന്നത്. ഓക്കെ, ആറ്റോമിക് നമ്പർ ഇട്ട് പോകുന്നത്. അപ്പോൾ മാസ് നമ്പർ അതിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയാണ് റേഡിയം വരുന്നത്. അപ്പോൾ റേഡിയം ആയിരിക്കും, കണ്ടില്ലേ, ഇതാണ്ടോ റേഡിയം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതാണെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയാണ് റേഡിയം വരുന്നത്. അപ്പോൾ റേഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് മൂലകങ്ങൾ ഏറ്റവും താഴെ കിടക്കുന്ന റേഡിയമാണ്. അപ്പോൾ റേഡിയത്തിനായിരിക്കും ആറ്റോമിക് മാസ് കൂടുതലുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പ്രകൃതിദത്ത പോളിമർ തന്നിരിക്കുന്നതിൽ ഏതാണ്? സെല്ലുലോസ് ആണ് അല്ലേ. പ്രകൃതിദത്ത പോളിമർ ഏതാണ്? സെല്ലുലോസ് ആണ്. നെക്സ്റ്റ്, ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ എന്താണ്? ഉത്പതനമാണ് അല്ലേ. ഉത്പതനമാണ്. മറ്റേ ലൈക്കനുകൾ എന്ന് പറഞ്ഞത് ഞാൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ക്ലിയർ ആണോ എന്ന് അറിയില്ല. നേരത്തെ ഞാൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം. ലൈക്കനുകൾ ചില ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സൈനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ്, ആൽഗ അല്ലെങ്കിൽ ഫംഗസ്, സൈനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനത്തെയാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രകൃതിദത്തമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയിൽ വരുന്ന ഒരു ടേമാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സൾഫർ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ പോളിമറെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രകൃതിദത്ത പോളിമറുകൾ? സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ എന്നിവ പ്രകൃതിദത്ത പോളിമറുകളാണ്. ഏതൊക്കെയാണ്? സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ എന്നിവ പ്രകൃതിദത്ത പോളിമറുകളാണ്. എന്നാൽ മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിത്തീൻ, നെയ്ലോൺ, ബാക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. മനുഷ്യനിർമ്മിത പോളിമറുകൾ ഏതൊക്കെയാണ്? പോളിത്തീൻ, നെയ്ലോൺ, ബാക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ എന്നിവ മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. അപ്പോൾ പ്രകൃതിദത്ത പോളിമറുകളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. ഇനി മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിത്തീൻ, നെയ്ലോൺ, ബാക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. പഴയ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പദാർത്ഥ സ്വഭാവം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഖരം, ദ്രാവകം, വാതകം, കൺവേർഷൻ ഒക്കെ പറയുന്നുണ്ട്. നോക്കാം. കണ്ടോ, നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്കെല്ലാം ലഭിക്കും. ഖരം വാതകമാകുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് ഉത്പതനം എന്ന് പറയുന്നത് അല്ലേ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഖരം വാതകമാകുന്നത് ഉത്പതനമാണ്. വാതകം ഖരമാകുന്നത് എന്താണ്? ഘനീഭവിക്കലാണ്. അതുപോലെ തന്നെ ദ്രാവകം ഖരമാകുന്നതും എന്താണ്? ഘനീഭവിക്കലാണ്. ഖരം ദ്രാവകമാകുന്നതിനെ ദ്രവീകരണം എന്ന് പറയും. ദ്രാവകം വാതകമാകുന്നതിനെ
സാന്ദ്രീകരണം എന്ന് പറയും. ഇനി വാതകം ഖരമാകുന്നതിനെ ഘനീഭവിക്കൽ എന്ന് പറയും. ഖരം വാതകമാകുന്നതിനെ ഉത്പാദനം എന്ന് പറയും. ഓക്കെ, ഖരം ദ്രാവകമാകുന്നത് ദ്രവീകരണം, ദ്രാവകം വാതകമാകുന്നത് സാന്ദ്രീകരണം, ഇനി ഖരം വാതകമാകുന്നതാണ് ഉത്പാദനം. ക്ലിയർ ആണല്ലോ. ഇനി വാതകം ദ്രാവകമാകുന്നത് ബാഷ്പീകരണമാണ്, ദ്രാവകം ഖരമാകുന്നതും അതുപോലെ തന്നെ വാതകം ഖരമാകുന്നതും എന്താണ്? ഘനീഭവിക്കലാണ്. ഖരമാകുന്നതൊക്കെ എന്താണ്? തിരിച്ച് ഖരമാകുന്നതൊക്കെ ഘനീഭവിക്കലാണ്. എന്നാൽ ഈ ദ്രാവകം വാതകമാകുന്നത് ബാഷ്പീകരണവും, ദ്രാവകം വാതകമാകുന്നത് ബാഷ്പീകരണവും, വാതകം ദ്രാവകമാകുന്നത് സാന്ദ്രീകരണവുമാണ്. ദ്രാവകം വാതകമാകുന്നത് ബാഷ്പീകരണം, വാതകം ദ്രാവകമാകുന്നത് സാന്ദ്രീകരണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുക? 2000 ഹെഡ്സ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2000 ഹെഡ്സ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ശബ്ദ തരംഗങ്ങൾ എന്നാണ്. അതിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുള്ള ശബ്ദം മനുഷ്യനെ കേൾക്കാൻ സാധിക്കില്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെഡ്സ് മുതൽ കൂടിയ പരിധി ഏകദേശം 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. 20 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ 20,000 ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്, അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സിൽ താഴെയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം ഇൻഫ്രാസോണിക്കും 20,000 ഹെഡ്സിൽ കൂടുതലുള്ള ആവൃത്തിയുള്ള ശബ്ദം എന്താണ്? അൾട്രാസോണിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ 12, കാർബൺ 30, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12, കാർബൺ 30, കാർബൺ 40 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ് എങ്കിൽ ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബൺ 12. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ആറ്റത്തിൻ്റെ ഘടന എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്. ഐസോട്ടോപ്പുകൾ വരുന്നത് കാർബൺ 12. നോക്കി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഐസോട്ടോപ്പുകൾ എന്ന് വെച്ചാൽ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോട്ടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നുവെന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഘനജലം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. അതായത് നമുക്കറിയാം ഹൈഡ്രജന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്ന ഐസോട്ടോപ്പുകളുണ്ട്. അതിൽ ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നതിനാണ് ഘനജലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഇനി ഇവിടെ കാർബണിനെ കുറിച്ച് പറയുന്നുണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ്. അപ്പോൾ ഇതാണ് കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പ്. കാർബണിൻ്റെ ആകെ ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13 എന്ന് പറയുന്നത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 13 എന്ന് പറയുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി കാർബൺ 14 ആണെങ്കിലോ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കാർബൺ 14 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോ ഐസോട്ടോപ്പുകളും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും തന്നിട്ടുണ്ട്. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിന് സഹായിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനത്തിന്. ഇനി കോബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. അയൺ 59 അനീമിയ നിർണ്ണയിക്കൽ. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നു അല്ലേ. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കോബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു.
സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഐസോട്ടോപ്പുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കാർബണാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാർബണിന് 12, 13, 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പുകളാണുള്ളത്. ഇതിൽ 12 ഏറ്റവും സ്ഥിരതയുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ 12 13 കുറച്ചളവിൽ കാണപ്പെടുന്നുള്ളൂ. അത് ജീവൽ പ്രവർത്തനങ്ങൾക്ക്, സസ്യങ്ങളിലും ജന്തുക്കളിലൊക്കെ ജീവൽ പ്രവർത്തനങ്ങൾക്കാണ് സഹായിക്കുന്നത്. കാർബൺ 14 ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആണ്, അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്റ്റേജ് 1-ൽ ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, സ്റ്റേജ് 1-ൽ ചോദിച്ച സയൻസ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി സ്റ്റേജ് 2-ൽ നടന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേജ് 2-ൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പട്ടികയിൽ നൽകിയിട്ടുള്ളവയെ ബി പട്ടികയുമായി യോജിപ്പിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കാനിരുന്ന പരീക്ഷയാണ്, പക്ഷേ ആ ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ദഹനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആമാശയം ഏതാണ്? വായ, പാൻക്രിയാസ്, കരൾ. ആമാശയം ഏതാണ്? ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണെന്ന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് വരുന്ന SCERT പാഠഭാഗം നോക്കാം. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദഹനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. നോക്കാം. ആദ്യം നമുക്ക് വായ് തന്നിട്ടുണ്ട്. വായ് ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമ്ലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നു. അപ്പോൾ എന്താണ് ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, വായാണ് സലൈവറി അമിലേസ് വരുന്നത്. ഒരെണ്ണം നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് അന്നനാളം. അന്നനാളം എന്താ ചെയ്യുന്നത്? പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു അല്ലേ. പെരിസ്റ്റാൾസിസിൻ്റെ ചലനത്തോട് കൂടിയിട്ട് ഇങ്ങനെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പഴയ SCERTയും പുതിയ SCERTയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ കറക്റ്റ് കണ്ടിന്യൂഷനായിട്ട് ഇപ്പോൾ ദഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണ് വരുന്നുണ്ടായിരുന്നത് SCERT ചാപ്റ്റർ. അതുപോലെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ. അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ആമാശയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ തന്നെ SCERT ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ആമാശയരസം, ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ആമാശയം പുറപ്പെടുവിക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? പെപ്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ലിപ്പേസുകളുണ്ട് അല്ലേ. പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലിപ്പേസുകളാണെങ്കിലോ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആമാശയം കിട്ടിയല്ലോ. ആമാശയം എന്നാണ്? പെപ്സിനാണ്. ആമാശയം എന്ന് വെച്ചാൽ പെപ്സിനാണ്. പെപ്സിനുണ്ട്, ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് എന്ന് വെച്ചാൽ കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുകയാണ്, കൊഴുപ്പിനെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കരൾ കിട്ടിയല്ലോ അല്ലേ. കരൾ എന്താണ്? കരൾ എന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസമാണ്. കരൾ പിത്തരസമാണ്. ഇനി പാൻക്രിയാസ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ട്രിപ്സിൻ ആയിരിക്കും അല്ലേ. പാൻക്രിയാസ് ആണെങ്കിൽ ട്രിപ്സിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ആമാശയം പെപ്സിൻ. 1 എന്ന് പറയുന്നത് Q ആണ് വരുന്നത് അല്ലേ. 1 Q ആണ് വരുന്നത്. ഇനി വായാണെങ്കിലോ 2 S ആണ് വരുന്നത്. 1 Qയും 2 Sഉം ഇതല്ലേ വരുന്നത്. 1 Q 2 S. പിന്നെ പാൻക്രിയാസ് ആണെന്നുണ്ടെങ്കിലോ ട്രിപ്സിന്. കരളാണെങ്കിൽ പിത്തരസം 4 P അല്ലേ. 4 P. ഓക്കെ, ഓപ്ഷൻ C അല്ലേ വരുന്നത്. ഇനി പാൻക്രിയാസ് നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസ് എന്ന് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് പക്കാശയത്തിലെത്തിയിട്ട് ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇനി ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകളാണെങ്കിൽ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താ? ട്രിപ്സിൻ ആണ് അല്ലേ. പാൻക്രിയാസിലാണ്
ട്രിപ്സിൻ വരുന്നത്. അപ്പോൾ എന്താ പഠിച്ചത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് പക്കാശയത്തിലെത്തിയിട്ട് ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഇവിടെ പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. ഈ അമിലേസ് എന്ന് ചെയ്യുന്നത് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകളാണെങ്കിൽ കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഇനി വൻകുടൽ എന്താ ചെയ്യുന്നത്? വൻകുടൽ ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തും. ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തും. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ബാക്കി വരുന്ന അവശേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ജലവും അതുപോലെ തന്നെ ലവണങ്ങളും ആഗിരണം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമുക്കറിയാം ചെറുകുടലിൽ ഭാഗികമായിട്ടുള്ള ആഗിരണമാണ് നടക്കുന്നത്. വൻകുടലിലാണ് എന്താണ് ഫുൾ ആഗിരണം നടക്കുന്നത്, പൂർണ്ണമായ ആഗിരണം നടക്കുന്നത്. അവിടെ ജലവും ലവണങ്ങളാണ് കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നത്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ദഹനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് പഠിച്ചിരിക്കേണ്ട ഭാഗം. ഈ ദഹനവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇതാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, അതിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിലെ രക്തപര്യനത്തെ സംബന്ധിക്കുന്ന താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയയിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ശരിയാണോ? ശരിയാണ്. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയയിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. തെറ്റാണ്. ഊർധ്വ മഹാസിര സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്ന പാഠഭാഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ദഹനവും പോഷക സംവഹനം എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ. അപ്പം അതേ CRT ചാപ്റ്റർ ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് കണ്ടു അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ 2 ക്വസ്റ്റ്യനും വന്നിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇനി 3ഉം 4ഉം ഇനിയുള്ള ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ എന്തായാലും ആ ഒരു ചാപ്റ്റർ എന്തായാലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലാസ് 9 അല്ലെങ്കിൽ ക്ലാസ് 9 SCRT നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ന്യൂ SCRT ബയോളജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള എല്ലാ SCRT ബയോളജി ചാപ്റ്റേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പൾമണറി പര്യനം, സിസ്റ്റമിക് പര്യനം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിസ്റ്റമിക് പര്യനം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൾമണറി പര്യനം എന്ന് വെച്ചാൽ എന്താണ് അല്ലേ. പൾമണറി പര്യനം എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച വലത്തെ ഏട്രിയത്തിലും പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. അപ്പോൾ സിസ്റ്റമിക് പര്യനമുണ്ട്, അതുപോലെ തന്നെ പൾമണറി പര്യനമുണ്ട്. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് എന്താണ് പൾമണറി പര്യനം എന്ന് വെച്ചാൽ ഇടത്തെ വെൻട്രിക്കിൾ കേട്ടോ. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ച് എന്ത് ചെയ്യും? ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ പൾമണറി പര്യനമാണെങ്കിലോ വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നു. എന്താണ് പറഞ്ഞത്? സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. നേരത്തെ പറഞ്ഞത് തെറ്റിയിട്ടുണ്ടോ? സിസ്റ്റമിക് പര്യനം എന്താണ്? ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് വലത്തെ ഏട്രിയത്തിലും. ഓക്കെ, പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൾമണറി പര്യനത്തിൽ വരുന്നതാണ് ശ്വാസകോശ ധമനി, ശ്വാസകോശം, അതുപോലെ തന്നെ ശ്വാസകോശ സ്ഥിര, ശ്വാസകോശ ധമനി, ശ്വാസകോശ സ്ഥിര, ശ്വാസകോശയൊക്കെയാണ് പൾമണറി പര്യനത്തിൽ വരുന്നത്. എന്നാൽ സിസ്റ്റമിക് പര്യനമാണെന്നുണ്ടെങ്കിൽ മഹാധമനിയിൽ നിന്നും വന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി അതിനുശേഷം എന്താണ് ഊർധ്വ മഹാസ്ഥിര അധോ മഹാസ്ഥിരയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ സിസ്റ്റമിക് പര്യനത്തിൽ ചോദിക്കുകയാണെങ്കിൽ മഹാധമനിയും ഊർധ്വ മഹാസ്ഥിരയും അതുപോലെ തന്നെ അധോ മഹാസ്ഥിരയുമാണ് വരുന്നത്. അപ്പോൾ പൾമണറി പര്യനത്തിൽ നോക്കുകയാണെങ്കിൽ ശ്വാസകോശ ധമനിയിലേക്ക് എത്തിയിട്ട് ഈ രക്തം എങ്ങോട്ടാണ്? ശ്വാസകോശത്തിലേക്ക് എത്തി, പിന്നെ വീണ്ടും ശ്വാസകോശ സ്ഥിരയിലേക്ക് എത്തി. അങ്ങനെയാണല്ലേ മനുഷ്യരിലെ രക്തപര്യനം നടക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ സിസ്റ്റമിക് പര്യനമാണെങ്കിൽ മഹാധമനിയിലേക്ക് വന്നു, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി, പിന്നെ ഊർധ്വ മഹാസ്ഥിരയിലേക്ക് എത്തി, അല്ലെങ്കിൽ അതോ മഹാസ്ഥിരയിലേക്ക് എത്തിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ എവിടേക്ക് എത്താണ്?
ഹൃദയത്തിലൂടെ കടന്നു പോകാണ്. അങ്ങനെ വീണ്ടും ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൾമണറി പരിഹരണം എന്ന് വെച്ചാൽ ശ്വാസകോശ ധമനിയും ശ്വാസകോശ സ്ഥിരയുമാണ്. സിസ്റ്റമിക് പരിഹരണമാണെങ്കിൽ മഹാധമനിയും ഊർജ്ജ മഹാസ്ഥിരയും അധോ മഹാസ്ഥിരയുമാണ് വരുന്നത്. അതുപോലെ തന്നെ സിസ്റ്റമിക് പരിഹരണം എന്ന് വെച്ചാൽ ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ചിട്ട് വലത്തെ ഏട്രിയത്തിലേക്കാണ് എത്തുന്നത്. ഇനി പൾമണറി പരിഹരണമാണെങ്കിലോ വലത്തെ വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ചിട്ട് ഇടത്തെ ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ രണ്ട് പരിഹരണം നടക്കുന്ന കാരണം തന്നെ നമ്മുടെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ രക്തപര്യനം എന്നറിയപ്പെടുന്നുണ്ട്. പരിഹരണം എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ശ്വാസകോശ ധമനി ഇവിടെ സിസ്റ്റമിക് പരിഹരണത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ശ്വാസകോശ ധമനി എന്തിൻ്റെ ഭാഗമാണ്? പൾമണറി പരിഹരണത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വരുന്ന ശ്വാസകോശ ധമനിയാണെങ്കിലും ശ്വാസകോശ സ്ഥിരയൊക്കെ ആണെങ്കിലും എന്താണ് ഈ പൾമണറി പരിഹരണത്തിൻ്റെ ഭാഗമാണ്. സിസ്റ്റമിക് പരിഹരണത്തിൻ്റെ ഭാഗമാണ് ഊർജ്ജ മഹാസ്ഥിര എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവകങ്ങളുടെ അഭാവത്തിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാവുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക, പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ 6ാം ക്ലാസ്സിലെ പഴയ SCRT ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ആ ഒരു ടേബിൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ പഠിച്ചൂലേ, ആ ഒരു ടേബിൾ നോക്കാം നമുക്ക്. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? എല്ലുകൾ വളയുന്നത്. എല്ലുകളുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? എല്ലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലേ, വൈറ്റമിൻ ഡി ആണ്. ഇനി ഈ എന്താണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത നമുക്ക് SCRT പഠനം നോക്കാം കേട്ടോ. താഴെ പറയുന്നതിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? ഏതാണ് നാം പറഞ്ഞത്? BC ആണ് അല്ലേ, BC ആണ്. വൈറ്റമിൻ ഡി ആണ് അല്ലേ, സോറി ഓപ്ഷൻ ഡി ആണ്. ജീവകം എയും ജീവകം ബിയും അതുപോലെ തന്നെ ജീവകം സിയും വൈറ്റമിൻ ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ KEDA എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. നമുക്ക് ആ ഒരു SCRT പാഠഭാഗം നോക്കാം കേട്ടോ. 6ാം ക്ലാസ്സിലെ പഴയ SCRT നമ്മൾ നോക്കിയതാണ്, വൈറ്റമിൻ നോക്കിയതാണ്. അത് കാരണം ഞാൻ പുതിയ SCRT ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പുതിയ SCRTയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം എന്നാണ്. ഈ രണ്ട് ചാപ്റ്ററും ഏകദേശം കോമൺ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ SCRT നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു കോളുണ്ടല്ലോ, നമുക്ക് പ്രധാനമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അതല്ലാതെ നമുക്ക് ആ ഒരു ഡയഗ്രത്തിലൂടെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ്, കൊളസ്ട്രോളിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇവിടെ നോക്കിയേ വൈറ്റമിൻ എ അല്ലേ, വൈറ്റമിൻ എനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വൈറ്റമിൻ എയുടെ പ്രാധാന്യം എന്താണ്? വൈറ്റമിൻ എയുടെ പ്രാധാന്യം കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ എ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കണ്ടേ അല്ലേ. ഇനി വൈറ്റമിൻ ബി ആണെങ്കിലോ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് സഹായിക്കുന്നത്. തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ സി ആണെങ്കിൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. വൈറ്റമിൻ സി ആണെങ്കിൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. ഓക്കെ, ഇനി വൈറ്റമിൻ ഡി ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അല്ലേ. വൈറ്റമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിലോ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് എന്ത് വേണം? വൈറ്റമിൻ ഇ വേണം. വൈറ്റമിൻ കെ ആണെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണ്. അപ്പോൾ വൈറ്റമിൻ എ ആണെങ്കിൽ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ ബി ആണെങ്കിലോ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായി മാറുന്ന അവസ്ഥയാണ് കാണാം. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനാൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അതായത് ഇവിടെ ബി കോംപ്ലക്സിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പൊതുവായിട്ട് എടുത്ത് പറഞ്ഞു മാത്രം
നമുക്ക് B1 to B12 നമ്മുടെ SCERT പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലല്ലേ? വൈറ്റമിൻ ഡിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ രോഗങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രാധാന്യവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ നോക്കിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടോ, ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ SCERTയിൽ. അതുപോലെ തന്നെ വൈറ്റമിൻ B, C എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അല്ലേ? വൈറ്റമിൻ ബിയും സിയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അടക്ക് അല്ലെങ്കിൽ കേട എന്ന് പറയുന്ന വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. കേട കൊഴുപ്പ് ലയിക്കുന്നതാണ്, കേടാണല്ലേ നമ്മുടെ ശരീരത്തിന്, അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ KEDA ആണ് എന്തെന്ന് പറയുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, നെഗ്ലേറിയ ഫൗലേറി ആണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അപ്പോൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, ഈ ഒരു ചാപ്റ്റർ നമ്മൾ നേരത്തെ കണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. എന്താണ് സ്റ്റേജ് 1 ചോദിച്ച ഒരു ചോദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ക്ഷയമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷയത്തിലെ ഡോട്ട്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേജ് 1 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. നെക്സ്റ്റ് ഭാഗം വരുന്നത് നോക്കിയേ, അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമായി കുട്ടി ആശുപത്രി വിട്ടു. തിരുവനന്തപുരം. അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 7 വയസ്സുകാരൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനമായി. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം എന്താണ്? നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം. കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധയുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം വരുന്നത് തടയാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഓക്കെ, അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. മലിനമായിട്ടുള്ള വെള്ളം അല്ലെ, മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായിട്ടുള്ള ശുദ്ധജലത്തിലാണ് പ്രധാനമായിട്ടും കാണപ്പെടാം. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോഴാണ് ഇതൊക്കെ പകരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് റിംഗ് വാമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത എന്താണ്? റിംഗ് വാമിനും കാൻഡിഡിയാസിസിനുമുള്ള പൊതുവായ സവിശേഷത എന്താണ്? പൊതുവായ സവിശേഷത നോക്കിയിരുന്നു പറഞ്ഞേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇതും വന്നിട്ടുള്ള SCERT ചാപ്റ്റർ ഏത് തന്നെയാണ്? 10ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ തന്നെയാണ്. ദഹനവും പോഷക സംവഹനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഫംഗസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് സ്റ്റേജ് 1 ചോദിച്ചു. സ്റ്റേജ് 2 എന്താണ്? ഫംഗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫംഗസും കണ്ടു, അതുപോലെ തന്നെ എന്താണ് അതും കണ്ടു അല്ലേ, നെഗ്ലേറിയ ഫൗലേറി, അതായത് സമീപകാലത്ത് നമുക്ക് ഈ അടുത്ത് നടന്നിട്ടുള്ളൊരു രോഗമാണ് അല്ലേ ഇപ്പം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടും കണ്ടു. അപ്പോൾ രോഗങ്ങളും രോഗകാരികളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള SCERT ചാപ്റ്റർ ഇതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ SCERT ചാപ്റ്റേഴ്സ് ഈ ഒരു സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വരുന്ന 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് എന്താണ് വ്യാധികൾ പടരാതിരിക്കുക എന്ന് പറയുന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററും പിന്നെ ഈ ഒരു ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 2 ക്ലാസ്സും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി. ന്യൂ SCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂ SCERT ചാപ്റ്റേഴ്സ് അല്ല, കമ്പനി ബോർഡ് എൽജിഎസ് SCERT ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ VFA SCERT ചാപ്റ്റേഴ്സ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനെയും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന SCERT ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന വരുന്ന SCERT ചാപ്റ്റർ പഴയ SCERTയും പുതിയ SCERTയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ക്ലാസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അല്ല ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അത് വരുന്ന എല്ലാ SCERT ചാപ്റ്റേഴ്സും മറ്റേ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഭാഗവും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ പ്രകാശം, ചലനം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ SCERT ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പഠിക്കുന്ന എളുപ്പമായിട്ട് കേട്ടോ. അല്ലാതെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പഠിക്കുന്നതിനായിട്ട് ഓരോ സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ.
ഓക്കെ, അപ്പോൾ ഫംഗസ് ആണ് നമ്മൾ പഠിച്ചത്. ഫംഗസുകളും മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇവ ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് രോഗവും ബാധിക്കുന്ന വിധവും ലക്ഷണവും തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കി പ്രധാനപ്പെട്ട 2 ഫംഗസ് രോഗങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. റിംഗ് വേവും അതുപോലെ തന്നെ കാൻഡിഡിയാസിസും അല്ലേ. ഓക്കെ, അപ്പോൾ റിംഗ് വേവ് എന്ന് വെച്ചാൽ എന്താണ്? രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നുമാണ് റിംഗ് വേവ് പകരുന്നത്. ലക്ഷണം നോക്കുകയാണെങ്കിൽ വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകളും ചൊറിച്ചിലുമാണ്. ഇനി കാൻഡിഡിയാസിസ് എന്ന് വെച്ചാലോ നേരിട്ടുള്ള സമ്പർക്കം, വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ലൈംഗിക ബന്ധം വഴിയൊക്കെ എന്താണ് കാൻഡിഡിയാസിസ് പകരാം. വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, ബാധിച്ചയിടത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന പാടുകൾ, നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങളൊക്കെ എന്താണ് കാൻഡിഡിയാസിസിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ റിംഗ് വേവും കാൻഡിഡിയാസിസും എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. റിംഗ് വേവ് ബാധിക്കുന്നത് സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളുടെയും മൃഗങ്ങളിൽ നിന്നൊക്കെയാണ്. എന്നാൽ കാൻഡിഡിയാസിസ് ആണെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും ലൈംഗിക ബന്ധം വഴിയും എന്താണ് കാൻഡിഡിയാസിസ് രോഗം പകരാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കേട്ടോ. റിംഗ് വേവും കാൻഡിഡിയാസിസും എന്താണ്? അപ്പോൾ ഫംഗസ് രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും മരുന്നുകുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആണ് കേട്ടോ. ആബയാണ്. അതായത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടിൽ നമ്മുടെ എല്ലാ രോഗങ്ങളുടെ ഡീറ്റെയിൽസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മരുന്നുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ വന്നു എന്നും അതായത് നമ്മുടെ ചികിത്സാ റിപ്പോർട്ട് ഫുള്ള് നമുക്ക് ഈ ആബ എന്ന് പറയുന്ന ആബയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിലെന്താണ് ഡിജിറ്റലായിട്ട് ലഭിക്കുന്ന ഒരു സഹായം, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം, നമുക്ക് സ്റ്റേജ് 1 നടന്ന ബയോളജി ക്വസ്റ്റ്യൻസിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ടാണ് നമുക്ക് ഈ 2ാമത്തെ സ്റ്റേജിൽ ആക്കിയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ആണല്ലേ. സ്റ്റേജ് 1 നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഒക്കെ എന്താണ് NCERT ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ നടക്കാനിരുന്ന പരീക്ഷയുടെ ബയോളജി നോക്കുമ്പോഴും ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയാവുന്ന, നമുക്ക് പെട്ടെന്ന് പഠിച്ച് എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ച് ടഫായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. താഴെ പറയുന്നവരിൽ ആദ്യ പുണ്യ എന്ന കാർഷിക വിള ഇനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിശകലനങ്ങൾ ഏവ? ആദ്യ പുണ്യ, ഇവ രണ്ടും നെല്ലിനങ്ങളാണ്. ആദ്യ പുണ്യ കേട്ടിട്ടുണ്ടോ? ഇവയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതിൽ ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ഇവ രണ്ടും നെല്ലിനങ്ങളാണ്. ഇനി കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടവയാണ്. തെറ്റാണ്. പരമ്പരാഗത ഇഞ്ചി ഇനങ്ങളാണ്. ഓക്കെ, ഇത് കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇഞ്ചി ഇനങ്ങളാണെന്ന് പറഞ്ഞു, മഞ്ഞൾ ഇനങ്ങളാണെന്ന് പറഞ്ഞു. ഒക്കെ തെറ്റാണ്. നമ്മൾ പറഞ്ഞു നെല്ലിനങ്ങളാണെന്ന് പറഞ്ഞു. ഇത് കാർഷിക സർവകലാശാലയും, അതായത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ വനം മേഖലകളിലെ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് ക്രമീകരിച്ചാൽ ശരിയായ ക്രമം ഏതാണ്? വടക്ക് നിന്ന് അല്ലേ. വടക്ക് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആറളം വന്യമൃഗ സങ്കേതം. എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ ആറളം വന്യമൃഗ സങ്കേതമാണോ. പിന്നെ കരിമ്പുഴ വന്യമൃഗ സങ്കേതം എന്ന് പറയുന്നതും കണ്ണൂരാണ്. അപ്പോൾ അത് വന്നു. പിന്നെ എന്താണ് പെരിയാർ വന്യമൃഗ സങ്കേതം അല്ലേ. പെരിയാർ വന്യമൃഗ സങ്കേതം വരും. പിന്നെയാണ് നെയ്യാർ വന്യമൃഗ സങ്കേതം വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി അല്ലേ വരുന്നത്. 3, 1, 2, 4 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കാണ് PETE അഥവാ പോളി എത്തിലീൻ ടെറിത്താലേറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചക്രമണ ചിഹ്നം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് എന്നാണ് PETE അഥവാ അല്ലെങ്കിൽ പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചക്രമണ ചിഹ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് പഴയ NCERT ചാപ്റ്റർ ആണ്. 8ാം ക്ലാസ്സിലെ പഴയ സയൻസ് ഓൾഡ് NCERT ആണ് കേട്ടോ.
എന്താണ് 17ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളെക്കുറിച്ച്. നോക്കിയേ, പുനഃചക്രമണ ചിഹ്നങ്ങൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് ഇവ ഏത് തരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്കായി വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് പുനഃചക്രമണ ചിഹ്നം നൽകിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള വസ്ത്രങ്ങളാണ് ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇതാണ് PETE ആണ്. PETE എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. PETE എന്ന് വെച്ചാൽ 1 ആണ്. ഉള്ളിൽ 1 എഴുതിയിട്ടുള്ളതാണ്. PETE ആണ്. പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് എന്താണ് HDPE 2 ഉണ്ട്. HDPE 2 ഉണ്ട്. അതെന്താണ്? സാന്ദ്രത കൂടിയിട്ടുള്ള പോളി എത്തിലീനാണ്. ഇനി V ആണെങ്കിൽ V 3 ആണ്. പോളി വിനൈൽ ക്ലോറൈഡ്. 4 ആണെങ്കിൽ LDPE ആണ്. സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനാണ്. ഇനി PP ആണെങ്കിലോ പോളി പ്രൊപ്പിലിൻ ആണ്. 5 ആണ്. അതുപോലെ തന്നെ പോളിസ്റ്റെറിൻ PS 6 ആണ്. ഇനി അതർ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവ 7 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? PETE ആയിരുന്നു. PETE 1 ആണ്. പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആണ്. HDPE എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. സാന്ദ്രത കൂടിയ പോളി എത്തിലീൻ ആണ്. 4 ആണെങ്കിൽ LDPE ആണ്. അത് സാന്ദ്രത കുറഞ്ഞിട്ടുള്ള പോളി എത്തിലീൻ ആണ്. V ആണെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് 3 ആണ്. ഇനി PP പോളി പ്രൊപ്പിലിൻ PS പോളിസ്റ്റെറിൻ 7 ആണെങ്കിൽ അതറിലെ മറ്റുള്ളവയാണ്. അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററിലെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പുകൾ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. മാസ് നമ്പർ 13 ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? നമുക്ക് 9ാം ക്ലാസ്സിലെ SCERT ഫസ്റ്റ് ചാപ്റ്ററിൽ ആറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതിനായിട്ടും പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നതിനായിട്ടും ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു SCERT ചാപ്റ്റർ. നമ്മൾ നേരത്തെ കണ്ട ഒരു SCERT ചാപ്റ്റർ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കാർബണിൻ്റെ രൂപാന്തരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു SCERT ചാപ്റ്റർ അതാണ്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് മാസ് നമ്പറും അറ്റോമിക് നമ്പറും കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ പിന്നീട് വരുന്ന ഓരോ SCERT ക്ലാസ്സുകളിലാണെങ്കിലും SCERT ചാപ്റ്റേഴ്സിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിച്ച് വരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഒരു ആറ്റം നമുക്ക് എടുക്കുകയാണ്. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ 6 എന്ന് വെച്ചാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുക? Z ആണ് അല്ലേ. Z നമുക്ക് 6 എന്ന് പറയാം അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ക്ലാസ് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ക്ലാസ് പോയി കാണാം കേട്ടോ. Z നമ്മൾ കുറേ മൂലകങ്ങളുടെ ഇതുപോലെ തന്നെ ആറ്റോമിക് നമ്പറും പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? മാസ് നമ്പർ നമുക്ക് 13 തന്നിട്ടുണ്ട്. മാസ് നമ്പർ നമ്മൾ A എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. A 13 തന്നിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ. 13 നിന്നും 6 കുറച്ച് എത്ര കിട്ടി? 7 കിട്ടിയില്ലേ. ആൻസർ ഓപ്ഷൻ B ആണ്, 7 ആണ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് നമ്പർ ഇപ്പോൾ നമുക്ക് ഒരു മൂലകം നമുക്കറിയില്ല, X എന്ന് ഞാൻ കൊടുക്കുകയാണേ. അതിന് ആറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 13 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നതിനായിട്ട് 13 നിന്നും 6 കുറച്ചാൽ മതി. ഇനി അതല്ല നമ്മളോട് പ്രോട്ടോൺ ആണ് ചോദിച്ചിരിക്കുന്നതിൽ എത്രയാണ്? പ്രോട്ടോൺ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇലക്ട്രോൺ ആണെങ്കിലോ പ്രോട്ടോൺ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ് 6 ആണ്. അപ്പോൾ എന്താ വരുന്നത്? ഏറ്റവും അടിയിൽ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ ചോദിക്കുന്ന ഏതാണോ അതാണ് പ്രോട്ടോണിൻ്റെ എണ്ണം, അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം. ഈ ന്യൂട്രോണിൻ്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സിങ്കിൻ്റെ അയിര്? നമ്മൾ കണ്ടു അല്ലേ, നേരത്തെ കണ്ട് അതേ ചാപ്റ്റർ തന്നെ കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്, കലാമിൻ. സിങ്കിന് നല്ല ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സിങ്കിൻ്റെ അയിര് കണ്ടുപിടിക്കാനായിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. നോക്കി നേരത്തെ കണ്ട അതേ ബോക്സിൽ തന്നെ ക്വസ്റ്റ്യൻ അല്ലേ. ഹാമറ്റേറ്റ് നമ്മൾ പറഞ്ഞു, ഹാമറ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു, ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ എന്ന് പറഞ്ഞു, കുപ്രൈറ്റ് എന്നാണ് കോപ്പറിൻ്റെ എന്ന് പറഞ്ഞു. ആ ഒരു ടേബിൾ നന്നായി പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? നമ്മൾ നേരത്തെ സ്റ്റേജ് 1 കണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉത്കൃഷ്ടവാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്കൃഷ്ടവാതകങ്ങൾ തന്നിട്ടുള്ളതിൽ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാണ്. എത്രാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 18 ആണ്. ഓപ്ഷൻ C ആണ് അല്ലേ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എന്ന് പറയുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു SCERT ചാപ്റ്റർ ഏതാണ്? പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ അല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അത് ഞാൻ വീണ്ടും എടുക്കുന്നില്ല, കാരണം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, കണ്ട ഭാഗം പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ള സ്നേഹകം?
ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചലനവും ബലവും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ബലത്തിലെ ഒരു ടോപ്പിക് വരുന്നുണ്ട്, ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ഈ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളിൽ വരുന്നതാണെന്ന് പറയുന്നത് സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. എന്താണ് ലൂബ്രിക്കൻസ് എന്ന് വെച്ചാൽ? സ്നേഹകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം എന്ന് പറയുന്നത് ഇതാണ്, ഗ്രാഫൈറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണല്ലേ. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റ് കിട്ടിയല്ലോ. ഇനി ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാണ്? ഉയർന്ന താപനിലയുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഇതും കൂടെ പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നുണ്ട്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നുണ്ട്. വിമാനമൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. വിമാനം, തോണി എന്നിവയുടെ ആകൃതിയൊക്കെ ഇങ്ങനെ പല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനൊക്കെ കാരണം എന്താണ്? ഘർഷണം കുറയ്ക്കുന്നതിനായിട്ടാണ്. അതിന് നമ്മൾ എന്താ പറയുന്നത്? ധാരാരഹിതമാക്കൽ എന്നാണ്. ധാരാരഹിതമാക്കൽ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത എന്ന് പറയുന്നു. ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണെന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നില്ലേ. ജഡത്വം എന്ന് പറയുന്നത് ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങളിലെല്ലാം SCERT ചാപ്റ്റേഴ്സിലും പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന 2-3 ചാപ്റ്റർ, 2-3 കേട്ടോ, 2-3ലും ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിലും എന്താണ്? ചലനവും ബലം നമുക്ക് കണ്ടില്ലേ ഈ ഒരു ചാപ്റ്റർ തന്നെ. ഈ ഒരു ചാപ്റ്ററിൽ ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസും അതുപോലെ തന്നെ ദൂരം എന്ന് വെച്ചാൽ എന്താണ്, അതൊക്കെയാണ് ഈ ഒരു, അതുപോലെ തന്നെ വേഗം, സമവേഗം, അസമവേഗം ഒക്കെയാണ് 8ാം ക്ലാസ്സിൽ SCERT പറയുന്നത്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ചലന നിയമങ്ങൾ എന്നാണ്. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ത്വരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമമാണ് ജഡത്വം എന്ന നിയമത്തിന് വിശദീകരണം നൽകിയത് അല്ലേ. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമമാണ് ജഡത്വം എന്ന് പറയുന്നതിന് വിശദീകരണം നൽകിയത്. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നിർരേഖയിലുള്ള സമചലനത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം അല്ലേ. അതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ഈ 1ാം ചലന നിയമത്തിൽ അവിടെയാണ് ബലം എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ ജഡത്വം എന്ന് പറയുന്നതിനൊക്കെ നിർവചനം കണ്ടുപിടിക്കാനായിട്ട്, നിർവചിക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ എന്താണ് ജഡത്വം എന്ന് വെച്ചാൽ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ എങ്ങോട്ട് പോകും? പിന്നിലോട്ട് പോകും അല്ലേ. പെട്ടെന്ന് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ആ ബസ്സിലെ, പെട്ടെന്ന് ബസ് എടുക്കുകയാണ്, അതായത് ചലനാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ യാത്രക്കാർ പിന്നോട്ട് പോകും. കാരണം എന്താണ്? നമുക്ക് എപ്പോഴും എന്താണ്? നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരാണ്. അതാണ് പിന്നിലോട്ട് പോകുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ചലനാവസ്ഥയിലാണ്, നമ്മളും ചലനാവസ്ഥയിലാണ് അല്ലേ. അങ്ങനെ പെട്ടെന്ന് ബസ് എന്താണ്? ബ്രേക്ക് ചെയ്യാണ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക, ഫ്രണ്ടിലോട്ടാണ് പോവുക. കാരണം നമ്മൾ വീണ്ടും ചലിക്കാനായിട്ട് നോക്കുകയാണ് അല്ലേ. അതാണ് ജഡത്വം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഈ പ്രവണത, അതായത് ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് എന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ്? ഊർജ്ജവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 1ൽ നമ്മൾ കണ്ടു ഊർജ്ജവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ്? സ്ഥിതികോർജ്ജം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു 2ാമത്തെ സ്റ്റേജിൽ നോക്കുകയാണെങ്കിലും 2 ക്വസ്റ്റ്യനോളം നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ഊർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ C ആണ്, ജൂളാണ് വരാം. ഊർജ്ജം. ഓക്കെ, പ്രവൃത്തിയും ഊർജ്ജവും നേരത്തെ കണ്ട ചാപ്റ്റർ തന്നെ കേട്ടോ. ഇവിടെ കാണിക്കണോ ചാപ്റ്റർ ഏതാണ്? അല്ലേ, 6ാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പ്രവൃത്തിയും ഊർജ്ജവും. പ്രവൃത്തി ഈസ് ഈക്വൽ ടു എന്താണ്? പ്രവൃത്തി കാണുന്നതിനുള്ള യൂണിറ്റ് എന്താണ്?
പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്നാണ് W=F ആണ്. പിന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ജൂൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് പ്രവൃത്തി എന്താണ്, നെഗറ്റീവ് പ്രവൃത്തി എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് മുൻ വർഷങ്ങളിൽ കേട്ടോ. എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ ബലത്തിൻ്റെ അതേ ദിശയിലേക്ക് തന്നെയാണ് സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അതല്ല, നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തു ബലത്തിൻ്റെ എതിർ ദിശയിലേക്കാണ് അതിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടുള്ളത്, അത് നീങ്ങിയിട്ടുള്ളത് അത് അതിൻ്റെ ദിശയിലേക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഊർജ്ജത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് അല്ലേ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്, ജൂളാണ്. ഊർജ്ജം തന്നെയാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത് അല്ലേ. അതുകൊണ്ട് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്, ജൂളാണ്. ഇനി നമുക്ക് കലോറിയും ജൂളും തമ്മിലുള്ള ആ ഒരു പഠിച്ചു വെച്ചിരിക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഹോഴ്സ് വാട്ടർ അല്ലേ, ഹോഴ്സ് പവറും അതുപോലെ തന്നെ ആ ഒരു റിലേഷൻ നമുക്ക് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ ഇതിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ കലോറിയും അതുപോലെ തന്നെ ജൂളും തമ്മിലുള്ള ഒരു ബന്ധം പഠിച്ചു വെച്ചിരിക്കുക. ഒരു കലോറി എന്ന് വെച്ചാൽ 4.2 ജൂളാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്രവൃത്തി ഊർജ്ജത്തിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്തായിരുന്നു, ജൂള്. ഇത് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കലോറി എന്ന് വെച്ചാൽ എത്രയാണ്, 4.2 ജൂളാണ്. ഇത് പഠിച്ചു വെച്ചിരിക്കേണ്ട. ഒരു കലോറി ഈക്വൽ എന്താണ്, 4.2 ജൂളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്നത്? റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്നത് ഏതാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് അല്ലേ. ഇതും ഏതോ ഒരു SCERT ചാപ്റ്ററിൽ വരുന്നുണ്ട്. SCERT ചാപ്റ്റർ ഏതാണെന്നോ ഓർമ്മ വരുന്നില്ല. ഭൂകമ്പത്തിനെ കുറിച്ചൊക്കെ പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ് പറയുന്നുണ്ട് റിക്ടർ സ്കെയിൽ. പിന്നെ നമുക്ക് അതുമല്ല, നമുക്ക് ഏതൊരു ഇപ്പോൾ സോഷ്യലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് വരുന്ന SCERT ചാപ്റ്ററിലൊക്കെ റിക്ടർ സ്കെയിൽ പറയാണ്ട് പോവില്ല കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാനായിട്ട് പറ്റാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ് സംഭവിക്കുക? അവിടെ നിന്നാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രകാശോർജ്ജം അല്ലേ. അവിടെ പ്രകാശമാണ് ലഭിക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ പ്രകാശോർജ്ജം എന്തായിട്ട് മാറും? രാസോർജ്ജമായിട്ട് മാറും. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറണോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിൽ എത്രയാണ്? ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് എന്താണ്, കെൽവിൻ ആണെങ്കിൽ ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിൽ എത്രയാണ്? ജലത്തിൻ്റെ തിളനില എത്രയാണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ, 373 കെൽവിനാണ്. 373 കെൽവിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഗതികോർജ്ജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. ശരിയാണോ? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ, അതേ ഒരു ചാപ്റ്റർ തന്നെയാണ്. ഗതികോർജ്ജം നമ്മൾ പറഞ്ഞു ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഗതികോർജ്ജം വസ്തുവിനെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ½ mv² ആണ് അല്ലേ. mv² ആണ്. അപ്പോൾ മാസിനെയും വെലോസിറ്റിയെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഇനി ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജ്ജമാണുള്ളത്. ടാങ്കിൽ സ്ഥിതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണത്, ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതെന്തായിരിക്കും, സ്ഥിതികോർജ്ജമായിരിക്കും. അപ്പോൾ അതും തെറ്റാണ്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അത് ശരിയാണ് അല്ലേ. ചലനം മൂലം ലഭിക്കുന്ന വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഡയഗ്രം തന്നെയാണ്. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം ഉണ്ട്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം ഉണ്ട്. യാന്ത്രികോർജ്ജം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, സ്ഥിതികോർജ്ജം എന്നും ഗതികോർജ്ജം എന്നും. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ ½ mv² ആണ്. അതായത് മാസിനെയും വെലോസിറ്റിയെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ½ mv². ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് 1ലും 2ലും ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കാം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് നോക്കി നോക്കിയേ. ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കോമൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഊർജ്ജത്തിൻ്റെ ഭാഗത്തു നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. ഊർജ്ജവുമായി ബന്ധപ്പെട്ട് നന്നായി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഊർജ്ജത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ചാപ്റ്റർ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഊർജ്ജത്തിൻ്റെ ചാപ്റ്ററിൽ തന്നെ ഊർജ്ജ പരിവർത്തനം വരുന്നുണ്ട്. ഊർജ്ജം ഏതൊക്കെയാണെന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രവൃത്തി അല്ലേ. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. പ്രവൃത്തി ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഊർജ്ജം ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്താണ് ഇനി
പ്രവൃത്തിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന സ്ഥിതിക്ക് ഓക്കെ. അതിന് നെക്സ്റ്റ് നമ്മൾ നോക്കിയിരിക്കേണ്ട ചാപ്റ്റർ എന്താണ്? ചലനവുമായി ബന്ധപ്പെട്ടും പഠിച്ചു വെച്ചിരിക്കുക. ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ ഏതാണ്? 9ാം ക്ലാസ്സിൽ തന്നെയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ചലന നിയമങ്ങളെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ചലന നിയമങ്ങളെ കുറിച്ചിട്ടും രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഈ രണ്ട് ചാപ്റ്ററിലും ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് SCERT ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഊർജ്ജം പറഞ്ഞു, ചലനം പറഞ്ഞു, പിന്നെന്താണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനവുമായി ബന്ധപ്പെട്ടും 9ാം ക്ലാസ്സിലെ അതേ മൂന്നാമത്തെ ചാപ്റ്റർ ദഹനവും പോഷക സംവരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദഹനവുമായി ബന്ധപ്പെട്ടിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദയം രക്തവുമായി ബന്ധപ്പെട്ട് വരുന്ന രക്തപര്യന വ്യവസ്ഥ ചോദിച്ചിട്ടുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് രക്തപര്യനത്തിലാണ് ഈ പൾമണറി പര്യനമൊക്കെ വരുന്നത്. പിന്നെ എന്താണ് നമ്മൾ ധമനി സ്ഥിരമൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കാം. ദഹനം അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥയും പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നത്? പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? മറ്റേ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ആ ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ടേബിൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. പീരിയോഡിക് ടേബിൾ പഠിച്ചു വെച്ചിരിക്കുക. അത് 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ മൂലകങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നമ്മൾ അയിരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ചാപ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ കണ്ടത്. അപ്പോൾ ആ ഒരു അയിരുകളും ഈ ബോക്സൈറ്റ് അലുമിനിയം അതുപോലെ തന്നെ ആ ടേബിൾ തന്നെ പഠിച്ചു വെച്ചാലും മതി. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരാം. അപ്പോൾ എന്താണ് അയിര് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ കണ്ട ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കണ്ടുപിടിക്കാനുള്ളത് പഠിക്കുക. അതായത് ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഐസോടോപ്പുകളെ കുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ തന്നെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഏതൊക്കെയായിരുന്നു പറഞ്ഞത് നമ്മെ? ആദ്യപുണ്യ അല്ലേ, കാർഷിക വിളകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ടേബിൾ കണ്ടു അല്ലേ. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കേണ്ട. ആ ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ചിട്ട് കണ്ടല്ലോ അല്ലേ. വൈറ്റമിൻസിനെ കുറിച്ചിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതായത് അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഭാഗം പഠിച്ചു വെച്ചിരിക്കുക. ജീവിതശൈലി രോഗങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടില്ലേ, നമുക്ക് നെക്സ്റ്റ് ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ രണ്ട് ഭാഗം കംപ്ലീറ്റ് ചെയ്ത. കാരണം വൈറ്റമിൻ ഭാഗം വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ 6ാം ക്ലാസ്സിലെ പഴയ SCERT ചാപ്റ്ററിലും പുതിയ SCERT ചാപ്റ്ററിലും വരുന്നുണ്ട്. ഇനി രോഗങ്ങളും രോഗകാരികളെ കുറിച്ച് വരുന്നത് സാംക്രമിക രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ വരുന്നത് ബാക്ടീരിയ വൈറസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ മറ്റേ ഏത് ചാപ്റ്റർ ആയിരുന്നു? പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 5ാമത്തെയും 6ാമത്തെ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിലെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചു വെച്ചിരിക്കണം. ആ രണ്ട് സ്റ്റേജിലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ബാക്ടീരിയയുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വൈറസും പിന്നെ എന്താണ് മറ്റേ ഈ അടുത്ത് നടന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ടും ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, ദഹനം പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ആ സയൻസ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.